ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന്. ആമേൻ. ആരും കരുതിയില്ലെങ്കിലും, ഹല്ലേലൂയ, നമ്മുടെ അപ്പന് കരുതിയില്ലെങ്കിലും, അമ്മ കരുതിയില്ലെങ്കിലും, സഹോദരങ്ങൾ കരുതിയില്ലെങ്കിലും, ഹല്ലേലൂയ, കൂടെയുള്ള ആരും കരുതിയില്ലെങ്കിലും, ഭാര്യ കരുതിയില്ലെങ്കിലും, ഭർത്താവ് കരുതിയില്ലെങ്കിലും, ഇനി കരുതാമെന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്ത എല്ലാവരും അവസാന മൊമെന്റ് ആയപ്പോൾ കരുതാതെ മാറിപ്പോയാലും എന്നെ കരുതുന്ന ഒരു കരമുണ്ടെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? വായി തുറന്ന വാക്കൊന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് വേണ്ടി കരുതുമെന്ന്. കർത്താവ് എനിക്ക് വേണ്ടി കരുതുമെന്നൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ആ കരുതലിന്റെ കരം ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അമ്മിനി ഡൽഹി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രാരംഭ മിനിറ്റ് കർത്താവ് ഇന്ന് രാത്രി കരുതിക്കൊള്ളു. അഭിഷക്തദാസി, ആര് കരുതുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവില് എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ മീറ്റിംഗ് ജോയിൻ ചെയ്യുന്നത് മിനിറ്റുകൾക്ക് മുൻപ്, മണിക്കൂറുകൾക്ക് മുൻപ്, ആ മകളെ നീ ചിന്തിച്ച് ആര് നിനക്ക് വേണ്ടി കരുതുമെന്ന്, ആര് കല്ലുരുട്ടി മാറ്റുമെന്ന്, ആര് കരുതുമെന്ന് ചിന്തിച്ച വിഷയത്തിനകത്ത് സ്വർഗം ഇന്ന് രാത്രി കരുതലോടെ വെളിപ്പെടുന്ന ഒരു ദിനമാണെന്ന് പരിശുദ്ധ ആത്മാവ് പറയാൻ പറയുന്നു. കരുതാമെന്ന് നിനക്ക് വാക്കു തന്ന പലരുമുണ്ട്, നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ പലരുമുണ്ട്. പക്ഷെ നീ അടുത്തു ചെന്നപ്പോൾ അവരൊക്കെ വഴിതിരിഞ്ഞ് മാറിപ്പോയ സാഹചര്യത്തിൽ സ്വർഗം എന്ന് പറയുന്നു, മോളെ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരം ഇന്ന് രാത്രി ശക്തിയോടെ ഇറങ്ങി വരികയാണെന്ന്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരം, എനിക്കറിയാം, ആ കരത്തിനകത്ത് കരുതലിന്റെ ഒരു കരം പിടിക്കുന്നത് പോലെ ആ കരത്തെ ഇന്ന് രാത്രി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നെങ്കിൽ അടുത്ത മണിക്കൂറുകൾ ദൈവത്തിന്റെ കരുതലുകൾ നീ കാണുമെന്ന് പരിശുദ്ധയാത്മാവ് പറയുന്നു. നിനക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി എന്തോ ഭയങ്കരമായി നിന്റെ ലൈഫിനകത്ത് ശക്തിയോടെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിന്റെ ആണിപ്പഴുതുള്ള ഒരു മുറിഞ്ഞ കരം ആ ഇരിക്കുന്ന റൂമിനകത്ത് ഒരു കരുതലായി ഇറങ്ങി വരുന്നത് ഞാൻ ആത്മമണ്ഡലത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രവചിച്ച് നിന്നോട് കൈമാറുകയാ. അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു കരുതലിന്റെ കരം നീ പ്രാർത്ഥിക്കുന്ന ചില മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി ശക്തിയോടെ ഇറങ്ങുന്നു. ഓ ശാലഖരമന വൈഡബാലബ ആർത്തമന വൈഡ രഗദന വൈശന്ധേരിയാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, കഴിഞ്ഞ മണിക്കൂറുകൾ പോലും നീ ചിന്തിച്ച സാഹചര്യമുണ്ട്. കർത്താവേ, ആരെനിക്ക് വേണ്ടി കരുതുമെന്ന്, ആരെനിക്ക് വേണ്ടി മറിയമാർ ചിന്തിച്ചതുപോലെ ആർ ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന്. പക്ഷെ സ്വർഗം പറഞ്ഞു, ആരും ഉരുട്ടി മാറ്റണ്ട, നിങ്ങളെ കല്ലറയുടെ വാതിൽക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ തുറന്നു കിടക്കുന്നൊരു കല്ലറ നിനക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നാളുകളായി ആരൊക്കെയോ ചേർന്ന് അടച്ചു വെച്ച ചില കല്ലറയുടെ വാതിലുകൾ, ചില ഡോറുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതലോടെ ഇറങ്ങി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് തുറക്കട്ടെ. റാം ശഖലമന വൈഡ രഗദന ആർത്തമന വൈഡബലവന, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എനിക്കറിയാം, അസാധാരണമായ ഒരു ദൈവശക്തി ഇതിനകത്ത് ശക്തിയോടെ ചലിക്കും. ഒരു പ്രൊഫറ്റിക്കൽ നൈറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനെ ഇന്ന് കൊണ്ടുപോകുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ മീറ്റിംഗ് കേൾക്കണമെന്നും ഇതിനകത്ത് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, അവരുടെ ലൈഫിനകത്ത് ഇന്ന് രാത്രി ഒരു കരുതലിന്റെ കരം ശക്തിയോടെ വെളിപ്പെടുമെന്ന്. മനുഷ്യർ കരുതാമെന്ന് പലപ്പോഴും പറഞ്ഞിട്ട് സാഹചര്യം അടുക്കുമ്പോൾ അല്ലെ സമയം വരുമ്പോൾ പറ്റില്ലെന്ന് പറയുന്നതാ നമ്മുടെ ലോകം. എന്നാൽ സ്വർഗം പറയുന്നു, ഇല്ല, തുറക്കപ്പെട്ട ഒരു കല്ലറ ഇന്ന് രാത്രി നിനക്ക് മുന്നിൽ സ്വർഗം തുറന്നിടുകയാ. ആരെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി, എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി, എപ്പോൾ തുറക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ഇന്ന് രാത്രി നിന്റെ കൺമുൻപിനകത്ത് ചിലത് ശക്തിയോടെ വെളിപ്പെടുന്നു.
ഓ ശാലഖരമന വൈഡബാലബ ആർച്ചന വൈഡ രഗദന. നാളുകളായി ചോദിച്ചില്ലേ കർത്താവേ, ആരെന്നെ സഹായിക്കുമെന്ന്, ആരെനിക്ക് വേണ്ടിയെന്ന്. ഹല്ലേലൂയ. ആരും കരുതിയില്ലെങ്കിലോ, ആരും കരുതിയില്ലെങ്കിലോ കുഞ്ഞെ, ഞാൻ നിനക്ക് കരുതാനുണ്ട്, ഞാൻ നിനക്ക് കരുതാനുണ്ട്. നല്ല പിതാവായി, നല്ല മാതാവായി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഈ വചനം നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സൺഡേ സ്കൂള് പഠിക്കുന്ന കാലം മുതലേ നമ്മൾ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുക. എന്താ? അബ്രഹാമും ഇസഹാക്കും തമ്മിൽ യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയ മലയ്ക്കകത്തേക്ക്, അതിനു മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഇതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്. എല്ലാവർക്കും ആ വേദഭാഗവും അവിടെ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ ഈ ഭാഗത്തു നിന്നൊക്കെ കേൾക്കുന്നതാണ്. എന്നാൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഇതിനപ്പുറമായിട്ട് എന്തോ കരുതുന്ന, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു, കരുതുന്ന ഒരു കരം ഇന്ന് രാത്രി ആർക്കൊക്കെ വേണ്ടി ശക്തമായി വെളിപ്പെടുകയാ. കരുതുന്ന ഒരു കരം, ആരും കരുതാനില്ലാത്തപ്പോഴും നിനക്ക് വേണ്ടി കരുതുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ലൈഫിനകത്ത് ഇപ്പൊ സംഭവിച്ചത് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യം, വളരെ അല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അബ്രഹാം വന്നു നിൽക്കുന്നത്. എന്താ? നാളുകളായിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെട്ടു, നാളുകളായി ഒരു കുഞ്ഞില്ലാതെ ഭാരപ്പെട്ടു. ദൈവത്തെ വിളിച്ചു വേർതിരിച്ചു, ദൈവം വിളിച്ചു വേർതിരിച്ചു, ഇറങ്ങിത്തിരിച്ചു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ ഒരു സുപ്രഭാതമായപ്പോൾ, ഒരു ദിവസം രാവിലെ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന് പിന്നില് മുട്ടുമടക്കിയപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ലൈഫിനകത്ത്, അബ്രഹാമിന്റെ ലൈഫിനകത്ത് ഒരു അത്ഭുതം നടക്കുവാനിടയായി, ഒരു അത്ഭുതം വെളിപ്പെടുവാനിടയായി. എന്താ? സാഹചര്യങ്ങൾ അനുകൂലമായ സാധ്യതയിൽ, സാഹചര്യങ്ങൾ ഒന്ന് പ്രതീക്ഷിക്കത്തക്ക നിലയിൽ അല്ലാതെ ഇരുന്നപ്പോൾ, ഒരു സാഹചര്യവും അനുകൂലമല്ലാത്ത കാലത്തില് തന്റെ ലൈഫിനകത്ത് അസാധാരണമായ ഒരു കരുതലിന്റെ കരം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ സാഹചര്യങ്ങളെല്ലാം, പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. എന്തിനാന്നറിയാമോ? നീ പലപ്പോഴും ചിന്തിച്ചില്ലേ, കർത്താവേ, എനിക്ക് വേണ്ടി ഒരു തലമുറ ഇല്ലാതെ ഞാൻ ആകുമോ എന്ന്, എനിക്ക് ഒരു തലമുറയെ ലാളിക്കാൻ പറ്റത്തില്ലാതെ വരുമോന്ന്. ആ സാഹചര്യത്തിനകത്ത് നിന്നും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കേട്ട വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം തന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. അത് വെളിപ്പെട്ട് കഴിഞ്ഞു. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെയും അടുത്ത പരീക്ഷയിൽ കൂടെ കർത്താവ് കടത്തിവിടുകയാ. ഒത്തിരി സ്നേഹിച്ചൊരു മകനാ. ഞാൻ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ലഭിക്കാതെ ഇരുന്ന് ലഭിച്ചതല്ലേ. ഒത്തിരി സ്നേഹം ആ പൈതലിനോട് ഉണ്ടാകും. അവനെ കാണാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയത്തില്ല. എവിടെ പോയാലും കുഞ്ഞെന്തിയെ, എന്റെ കുഞ്ഞ് എപ്പോൾ വരും നോക്കിയിരിക്കുന്ന പിതാവിനോട് ഒരു സുപ്രഭാതത്തെ ദൈവ ശബ്ദം കേൾക്കുകയാ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് തരണമെന്ന്. ഹല്ലേലൂയ. നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് തരണമെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. ആ ദൈവ ശബ്ദത്തിന് മുന്നിൽ അബ്രഹാമിന്റെ മുട്ട് കൂട്ടിയിടിച്ച് കാണും. മാനുഷികമായ ചിലയിൽ നമ്മൾ ചിന്തിച്ച, നമ്മൾ ആയിരുന്നെങ്കിൽ വല്ലതും ആയിരുന്നെങ്കിൽ അടുത്ത വിസയും ടിക്കറ്റും എടുത്ത് അടുത്ത രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടേനെ. ഹല്ലേലൂയ. കാരണം എന്നാ? ഒരു രക്ഷയുമില്ല. ഈ കുഞ്ഞിനെ എങ്ങനെ അങ്ങ് തരത്തില്ല. കാരണം വർഷങ്ങൾ കൂടി എനിക്ക് കിട്ടിയ പൈതല. ഹല്ലേലൂയ. അടുത്ത ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് ഹല്ലേലൂയ കടത്തിവിടാൻ നമ്മൾ നോക്കിയേനെ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക കേട്ടോ, അബ്രഹാമിന്റെ ആ ദൈവത്തോടുള്ള ആ സ്നേഹവും ആ ദൈവത്തോടുള്ള ആ ആത്മാർത്ഥതയും ഒന്ന് ചിന്തിച്ചേ. തന്റെ സ്വന്തം ഭാര്യയോട് പറഞ്ഞ, ഒരുപക്ഷെ ഭാര്യ പറയൂ, അച്ചാച്ചാ നടക്കത്തില്ല, എന്റെ മോനെ ഈ വീട്ടിനകത്തു നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. പക്ഷെ തന്റെ ഭാര്യയോട് പോലും പറയാതെ ആ മകന്റെ കൈയും പിടിച്ച് ആ മോറിയ മലയ്ക്ക് മുകളിലേക്ക് നടന്നു പോകുന്ന ആ പിതാവിന്റെ ആ മാനസിക അവസ്ഥ, ആ പിതാവിന്റെ വേദന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി ഒന്ന് കടന്നു വരട്ടെ. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവം എന്തെങ്കിലും
എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആരും തുറക്കാത്ത വഴിയിൽ കൂടെ, ആരും തുറക്കാത്ത വഴിയിൽ കൂടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഓ ഷാധുറമന വൈഡവാലബ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തോട്. ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട, ആരോട് പെർമിഷൻ വാങ്ങാൻ നിൽക്കണ്ട. എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ആരോട് പെർമിഷൻ വാങ്ങാൻ നീ നിൽക്കണ്ട. സ്വർഗം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ശക്തിയോടെ. ഓ ശാന്തുരമന വൈഡവാലബ ആർത്തമന വൈഡാ രഗദന ഹാംധേരിയാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ചില ദൈവ ശബ്ദങ്ങൾ എവിടൊക്കെയോ ചെയ്യുവാൻ കഴിയാതെ, നിനക്ക് കാലെടുത്ത് വെക്കുവാൻ കഴിയാതെ, ഞാൻ ആ കാലെടുത്ത് വെക്കുന്നത് ശരിയാകുമോ എന്ന് ചിന്തിച്ച് നീ മാറ്റിവെച്ച ചിലത്, നീ മാറ്റിവെച്ച ചിലത് ഇന്ന് രാത്രി ഒന്ന് പൊടി തട്ടിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് പൊടി തട്ടിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ആത്മാവിന്റെ സാന്നിധ്യം. ഓ ഷാൽഖോറബല വൈഡവാലബ ആർത്തമന വൈഡാ രഗദന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മോറിയ മകളിലേക്ക് ഹല്ലേലൂയ ഈ പിതാവും ഈ മകനും കൂടെ കയറിപ്പോകുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ പിതാവിന്റെ ഹല്ലേലൂയ ഹാർട്ട് ബീറ്റ് എത്രയായിരിക്കോ? കാരണം എന്താ? അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന മകനെ, ഞാൻ ഒത്തിരി ആഹാരം വാരിക്കൊടുത്ത മകനെ, ഹല്ലേലൂയ ഞാൻ കൂടെ കിടത്തി ഉറക്കിയ മകനെ, ഹല്ലേലൂയ ഇവനെ ദൈവസന്നിധിയിൽ കരയും. ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി യാഗമായി അർപ്പിക്കുവാൻ ഹല്ലേലൂയ ഞാൻ റെഡിയായി ഈ മുകളിലേക്ക് കയറി പോകുകയാ. ഞാനിങ്ങനെ പറയാം, ആരാധനയ്ക്ക് വേണ്ടി റെഡിയായി ഈ പിതാവും മകനും വേണ്ടി ആരാധനയുടെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ, ആരാധനയുടെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ അങ്ങേ തലക്കൽ നിനക്ക് വേണ്ടി റെഡിയായ ഒരു ആട്ടുകൊറ്റനുണ്ട്. അങ്ങേ തലക്കൽ നിനക്ക് വേണ്ടി റെഡിയായ ഒരു ആട്ടുകൊറ്റൻ. ഹല്ലേലൂയ നീയും ബാലനും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അങ്ങേ സൈഡിൽ കൂടെ ഒരാട്ടുകൊറ്റൻ കയറി വരികയാണ്, ഒരാട്ടുകൊറ്റൻ കയറി വരികയാ. എന്താ? ദൈവത്തിന്റെ വാക്കിനെ മാനിച്ച നിന്നെ, ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ച നിന്നെ കരുതുവാൻ വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. എന്തോ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചാൽ, കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരമുണ്ട്. കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചാൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഈ മകനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പിതാവ് എന്ന നിലയിൽ അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കാം, എന്താണ് നടക്കാൻ പോകുന്നെന്നുള്ള ചിന്ത വല്ലാതെ പിതാവിനെ വേദനിപ്പിക്കുന്നുണ്ടാകോ, ഈ പിതാവിനെ ഭാരപ്പെടുത്തുന്നുണ്ടാകോ. പക്ഷെ സ്വർഗം പറഞ്ഞു, അബ്രഹാമേ നീ പൊക്കോ, നീ ആരാധനയ്ക്ക് വേണ്ടി കയറിപ്പോക്കോ, നിനക്ക് വേണ്ടിയുള്ള വിടുതൽ ഞാൻ അവിടെ കരുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി വിടുതൽ ഞാൻ അവിടെ കരുതി വെച്ചിട്ടുണ്ട്. നീ അവിടെ ചെന്ന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നീ റെഡിയാക്ക്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ആ മകനെയും കൊണ്ടു ചെന്ന്, അത്രയും പ്രായമുള്ള ഒരു മകനെ യാഗപീഠത്തിൽ കയറ്റി കൈകാലുകൾ കെട്ടിവെച്ചു, എല്ലാം റെഡിയാക്കി. ഞാനിങ്ങനെ ചിന്തിക്കുക, അപ്പോഴെല്ലാം ഈ പിതാവ് കരുതുന്നുണ്ടാവും, കർത്താവേ എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ലേ, നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? കൂടാരത്തിനകത്ത് തന്നെ വിളിച്ചിറക്കി ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞ എനിക്ക് വാഗ്ദത്തം തന്നതല്ലേ, നക്ഷത്രങ്ങളെ എണ്ണി എനിക്ക് വാഗ്ദത്തം തന്നതല്ലേ, കടൽക്കരയിലെ മണലികളെ കാണിച്ച് എനിക്ക് വാഗ്ദത്തം തന്നതല്ലേ, എന്നിട്ടും എന്തേ ഈ യാഗപീഠത്തിനകത്ത് വെച്ച് ഇത് തീരാനാണോ ദൈവിക പദ്ധതി? അല്ല കുഞ്ഞെ, അല്ല. ചില പ്രതികൂലങ്ങൾക്കകത്തുകൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില പ്രതിസന്ധിക്കകത്തുകൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില രോഗത്തിനകത്തുകൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില കടബാധ്യതക്കകത്തുകൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ അങ്ങേ തലയ്ക്കല് നിന്നെ അതിനകത്തുകൂടെ ജയത്തോടെ നടത്തി പുറത്തു കൊണ്ടുവരുവാൻ ഒരു ദൈവ സാന്നിധ്യം കൂടെ അതിനപ്പുറത്ത് വേണ്ടി നിനക്ക് കരുതിക്കൊണ്ട്, നിനക്ക് വേണ്ടി അതിനപ്പുറത്ത് കരുതിക്കൊണ്ട്
യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ രണ്ടുപേരും കൂടി ആരാധനയ്ക്ക് വേണ്ടി റെഡിയായി. ആ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങേ തലയ്ക്കൽ ഒരു ആട്ടുകൊറ്റനെ കർത്താവ് കരുതുകയാ. നിന്നെ തകർക്കുവാനല്ല ഈ കഷ്ടത, നിന്നെ ഉടയ്ക്കുവാനല്ല ഈ കഷ്ടത. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ തകർന്നു പോകുമോന്ന് എത്രയോ തവണ വായി കൊണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഈ കഷ്ടത കൊണ്ട് ഞാൻ തീർന്നു പോകുമോന്ന് എത്രയോ തവണ നിങ്ങൾ വായി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നെ തകർക്കുവാനാണോ ഈ രോഗമെന്ന് പറഞ്ഞു, എന്നെ ഹല്ലേലൂയ തീർക്കുവാനാണോ എന്ന് പറഞ്ഞു. ഇല്ല, ഇല്ല. നിനക്ക് ആ ദൈവിക മഹത്വം കാണുവാൻ, ആ ദൈവിക വിടുതൽ കാണുവാൻ നിന്നെ ആ മോറിയയ്ക്കകത്തേക്ക് കയറ്റിക്കൊണ്ടു വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഓ ശാന്തരമന വൈഡവാലവ. ചില കഷ്ടതയ്ക്കകത്തുകൂടെ നിന്നെ കടത്തിവിടുന്നത് ചില ദൈവിക മഹത്വം കാണുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഡെയ്സിയാനി പരിശുദ്ധാത്മാവിനെ പറയുന്നു, ചില കഷ്ടതയ്ക്കകത്തുകൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക മഹത്വ കുടുംബത്തിനകത്ത് ശക്തിയോടെ വെളിപ്പെടുവാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ കഷ്ടത നിന്റെ അവസാനമല്ല, അതിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കരുതലിന്റെ കരമുണ്ട്. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കരുതലിന്റെ കരം, നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുന്ന ഒരു കരുതലിന്റെ കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞു, ഹല്ലേലൂയ, മോനെ നീ കയറിപ്പോക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഓരോ ചുവടും വെക്കുമ്പോഴും ചോദിക്കോ, അപ്പൊ അടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഓരോ ചുവടും വെക്കുമ്പോഴും ചോദിക്കോ. ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത്? ഓരോ പ്രഭാതം എഴുന്നേറ്റ് വരുമ്പോഴും കർത്താവെ ഇന്നെങ്ങനെയാ? ഓരോ രാത്രിയിലും ചോദിക്കോ, കർത്താവെ കിടന്നുറങ്ങുമ്പോൾ അടുത്ത സെക്കൻഡിൽ ഞാൻ എങ്ങനെയാ? നാളെ പ്രഭാതത്തിൽ ആ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യോ? ഞാൻ എങ്ങനെയാ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യോ? എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. പക്ഷെ സ്വർഗം പറഞ്ഞു, ഹല്ലേലൂയ, കുഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ കരുതിക്കൊള്ളാം. കുഞ്ഞ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതിക്കൊള്ളാം. എന്താ നിന്റെ ആവശ്യം? ബാങ്കിനകത്ത് വെളിപ്പെടേണ്ട ഒരു പേപ്പറാണോ നിന്റെ ആവശ്യം? ഒരു ലോണാണോ നിന്റെ ആവശ്യം? ഒരു അഡ്മിഷൻ ആണോ നിന്റെ ആവശ്യം? അല്ല ഒരു ഭാവിയുടെ വഴിയാണോ നിനക്ക് ആവശ്യം? അല്ല നിന്റെ കുഞ്ഞിന്റെ ഒരു മാരേജ് ആണോ നിനക്ക് ആവശ്യം? ഇന്ന് രാത്രി ആ വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഓ ഒരു തലമുറയുടെ ആവശ്യമാണ് നിനക്കുള്ളത്. നിനക്ക് മുട്ടാവുന്ന എല്ലാ ഡോറുകളും നീ മുട്ടിക്കഴിഞ്ഞില്ലേ? നിനക്ക് ചെന്ന് പറ്റാവുന്ന എല്ലാ ഡോറുകളും നീ മുട്ടിക്കഴിഞ്ഞു. ഏതെല്ലാം രാജ്യത്തിനകത്ത് അവന്റെ CV നിനക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലാം നീ അയച്ചു കൊടുത്തു. പക്ഷെ സ്വർഗം പറയുന്നു, അവന് വേണ്ടുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടുന്നത് ഏതു രാജ്യത്തിലാണെങ്കിലോ ചിലതിനേക്ക് തട്ടി മാറ്റിയിട്ട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയ കരുതല്. ഓ റിഖലമന വൈഡവലവ ആർത്തമന വൈഡവനവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മിനിസ്ട്രിയാണോ നിനക്ക് പ്രശ്നം? നിന്റെ മിനിസ്ട്രിയുടെ വളർച്ചയാണോ നിനക്ക് പ്രശ്നം? നാളുകളായി പ്രവർത്തിക്കുന്നുണ്ട്, ആ ദേശത്ത് ആരും വരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയുന്നു, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരാട്ടുകൊറ്റൻ വെളിപ്പെടുകയാണെന്ന്. എന്തോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയോടെ അഭിഷേകത്തോടെ ഇറങ്ങി വരികയാ. ഇനി നിങ്ങളുടെ കാര്യം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമെന്ന്. ഓ റാബാലഗന വൈഡവാലബ. എന്തോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇനി നിങ്ങളുടെ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി മുതൽ നിന്റെ കുടുംബത്തിന്റെ ചുക്കാൻ പരിശുദ്ധാത്മാവ് പിടിക്കുകയാ. നിന്റെ തലമുറകളുടെ ഭാവിയുടെ ചുക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്. ഓ ഷാധാരമന വൈഡവാലബ ആർത്തമന വൈഡാരഗദന. നസിയാനി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തലമുറയുടെ ഭാവിയെ പരിശുദ്ധാത്മാവ് അതിന്റെ ചുക്കാൻ പരിശുദ്ധാത്മാവ് പിടിക്കുകയാണെന്ന്. മോളെ നീ ഒത്തിരി വ്യാകുലപ്പെടുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനാ മുറിയിൽ ഒത്തിരി കരയുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗം പറയുന്നു, ഭാരപ്പെടണ്ട, വിശ്വസിക്കുക. കേട്ട വാഗ്ദത്തങ്ങൾ ഒന്നും വെറുതെയാകത്തില്ലെന്ന് പലപ്പോഴും പറയുന്നില്ലേ? കർത്താവേ, ദിവസങ്ങൾ കഴിയുന്നു, പ്രായമാകുന്നു,
എങ്കിൽ ഹല്ലേലൂയ അത് നടക്കാതെ, ആ വാഗ്ദത്തം നീ കാണാതെ, ആ കരുതൽ അനുഭവിക്കാതെ, എന്തോ പരിശുദ്ധാത്മാവനോട് പറയുന്നു ഈ വർഷത്തിൽ ഹല്ലേലൂയ പ്രത്യേകമായ ഏതോ മേഖലയ്ക്കകത്ത് തലമുറയുമായി ബന്ധപ്പെട്ട എന്തോ കരുതലിന്റെ ഒരു കരം ഇന്ന് രാത്രി ദൈവം തുറക്കുകയാ. കരുതലിന്റെ ഒരു കരം സ്വർഗം തുറക്കുകയാ. ആരും കരുതിയില്ലെങ്കിലോ കരുതാമെന്ന് വാക്കാൽ പറഞ്ഞ പലരുമുണ്ട്. ഹല്ലേലൂയ പഠിപ്പിച്ചോ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ പലരുമുണ്ട്. ഓ റബ ശംദരമന വൈഡവാനവ എന്തോ പരിശുദ്ധാത്മാവ് ആ പദം തന്നെ എന്നോട് പറയുന്നു. നീ പഠിപ്പിച്ചോ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ പലരും മാറിപ്പോയാലോ സ്വർഗം പറയുന്നു നിനക്ക് വേണ്ടി ഒരു ആട്ടുകൊറ്റൻ ആരും പ്രതീക്ഷിക്കാത്ത മേഖലയ്ക്കകത്ത്, ആരും പ്രതീക്ഷിക്കാത്ത മലയിന് മുകളില് ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുന്നു. ഓ ഷാൽ ഖറമന വൈഡബാലബ ആർത്തന വൈഡാ രഗദന അടഗ രഗദന വൈഷം ധേരിയാദന. നീ പ്രാർത്ഥനയ്ക്ക് പായ് വിരിക്കാൻ തുടങ്ങിക്കോ. അപ്പുറ തലത്തില് അപ്പുറ കുറ്റിക്കാടില് ഒരു വിടുതൽ നിനക്ക് വേണ്ടി കുരുക്കിയിട്ടിട്ട് ഒരു ദൈവ ശബ്ദം ഈ ദിവസങ്ങളിൽ നിന്റെ കാതിനകത്ത് കേൾപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ഓ റബ ശംദര വൈഡാ രഗദന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അബ്രഹാമും മകനും കൂടെ കയറിപ്പോയി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവേ കുറച്ച് മിനിറ്റിന് മുന്നെങ്കിലും ഇത് ചെയ്യരുതോ? ഇല്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ വിടുതൽ അങ്ങനെയാ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റില് കത്തിയെടുത്ത് ഓങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാം, ഒരു സെക്കൻഡെങ്കിലും ഒന്ന് മാറിപ്പോയായിരുന്നെങ്കിൽ. ഇല്ല, മാറത്തില്ല. കാരണം എന്താ? ഇതിനകത്ത് മഹത്വം വെളിപ്പെടണമെങ്കിൽ ഒരു ലാസ്റ്റ് മൊമെന്റ് ഉണ്ട്, ഒരു പീക്ക് ടൈം വരെ. നീ വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ, ചില വാക്കിന് മുന്നിൽ നീ വല ഇറക്കുന്നെങ്കിൽ, നീ വാക്കിന് മുന്നിൽ വല ഇട്ട് കൊടുക്കുന്നെങ്കിൽ നിന്റെ വല കീറുന്നത് പോലെ നിന്നെ ഇറക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഓ റബ ശംദര വൈഡാ രഗദന. ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് താമസിച്ചായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്താ സംഭവിക്കുമായിരുന്നു? ആ കുഞ്ഞിന്റെ ചോര ഒഴുകിക്കിടക്കുന്ന ചോരയില് അല്ലെ മകന്റെ ജീവനറ്റ ശരീരം. പക്ഷെ എന്റെ ദൈവം അതിന് അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ പറയാം, നാളുകൾക്ക് മുന്നേ അബ്രഹാമേ നീ കേട്ടതുണ്ട്, എന്താ ബഹുജാതികൾക്ക് നീ പിതാവാകൂ, നിന്റെ തലമുറകളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്, നിന്നെ ഞാൻ മാനിക്കുമെന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കേട്ടിട്ടുണ്ടെങ്കിൽ അബ്രഹാമേ ഇതിനകത്ത് നിന്റെ തലമുറയുടെ ജീവനെ കളയാ, ഇതിനകത്ത് നിന്റെ തലമുറയെ മുക്കി കളയാ, ഇതിനകത്ത് നിന്റെ തലമുറയെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും എന്റെ ദൈവം അനുവദിക്കത്തില്ല. റാം ശകലമന അടക രഗദന. ഹല്ലേലൂയ. ഒരു ശക്തികൾക്കോ എന്റെ ദൈവം അനുവാദം കൊടുക്കത്തില്ല. പക്ഷെ ചിലതിനൊക്കെ നീ വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് ആണ് നമുക്ക് പറ്റാത്തത്. ഹല്ലേലൂയ. വെയിറ്റിംഗ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിക്കുക, അയ്യോ ഈ കുഞ്ഞിനെ തന്നപ്പോൾ എന്നാ പിന്നെ എന്തിനായിരുന്നു എനിക്ക് തന്നത്? കൂടാരത്തിലല്ല ഞാൻ എവിടെയെങ്കിലും മക്കളില്ലാത്തവനായി അങ്ങ് ഇരിക്കാൻ പോരത്തില്ലായിരുന്നോ? ഞങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോരത്തില്ലേ? കുഞ്ഞിനെ തന്നിട്ട് ഇപ്പൊ അതിനെ തന്നെ. പക്ഷെ ഒരു കാര്യം അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണമേ, അബ്രഹാമിന്റെ ഒരു വിശ്വാസം. കാരണം എന്നാന്നറിയാമോ? മലയുടെ മുകളിലേക്ക് കയറി പോകുമ്പോൾ അബ്രഹാം വാഗ്ദത്തത്തെ അകത്തളത്തിൽ ചിന്തിച്ചിട്ട് താഴെ നിൽക്കുന്ന ബാല്യക്കാരനോട് പറഞ്ഞൊരു പദം എന്നെ വല്ലാതെ ഭയങ്കരമായി ഇടപെടാൻ ഇടയായി. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനോ അവിടെ ചെന്ന് യാഗം കഴിച്ചിട്ട് മടങ്ങി വരുമെന്ന്. എന്താ ഇതിന് മനസ്സിലായ? ഞാനും മകനോ അവിടെ ചെന്ന് യാഗം കഴിച്ചിട്ട് മടങ്ങി വരും. കേട്ട ദൈവശബ്ദം എന്താ? നിന്റെ മകനെ എനിക്ക് യാഗം തരണമെന്ന്. പക്ഷെ അകത്തു വിശ്വാസമുള്ള അബ്രഹാം പറയുകയാ ബാല്യക്കാരോട്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾ മടങ്ങി വരുമെന്ന്. അകത്തളത്തിൽ വിശ്വാസമുള്ള അബ്രഹാമിന്റെ ഈ വാക്തത്വവുമായി കണക്ട്
റബലബല വൈഡബ. കേട്ടതെന്തായിരുന്നു? നീ അവിടെ കൊണ്ടുപോയി മകനെ യാഗം കഴിച്ച് മടങ്ങി വരണം. ഹല്ലേലൂയ. പക്ഷെ പറയുന്നത് എന്താ? ഞാനും മകനും ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ഇതാ വിശ്വാസം, ഇതാ വിശ്വാസം. തകരുമെന്ന് തോന്നുമ്പോഴോ നിന്റെ പടക് മുങ്ങുമെന്ന് തോന്നുമ്പോഴോ, ഹല്ലേലൂയ, അടുത്ത സെക്കൻഡിൽ എന്റെ പ്രാണൻ നശിക്കുമെന്ന് തോന്നുമ്പോഴോ, ഇല്ല പിശാചേ, രാത്രിയുടെ 4 യാമത്തിൽ എന്റെ കരത്തെ പിടിക്കാൻ ഒരു കരം ഇറങ്ങി വരുമെന്നുള്ള വിശ്വാസം. നിന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഇന്ന് രാത്രി ചില കരത്തിനുമേ ഒരു ദൈവ കരം ഇറങ്ങി വരികയാ. ഒരു ദൈവ കരം ഇറങ്ങി വരികയാ. എന്തിനാന്നറിയാമോ? നിന്നെ മുങ്ങിപ്പോകാതെ പിടിച്ചു കയറ്റാൻ വേണ്ടി. ഞാൻ ചോദിക്കാം, അബ്രഹാമേ, ആ വാക്ക് എന്തുകൊണ്ടാ നീ പറഞ്ഞത്? അബ്രഹാമേ, ആ വാക്ക് എന്തിനാ പറഞ്ഞത്? കേട്ട ദൈവശബ്ദം എന്തായിരുന്നു? അവിടെ ചെന്ന് മകനെ യാഗം കഴിച്ചിട്ട് കഴിക്കണമെന്ന്. പക്ഷെ പറയുന്നത് എന്താ? ഞാനും മകനോ ആരാധന കഴിച്ചു മടങ്ങി വരാ. അബ്രഹാമേ, എന്താ ധൈര്യം അത് പറയാൻ? എന്ത് ധൈര്യത്തിലാ നീ അത് പറഞ്ഞത്? അബ്രഹാം പറയോ, ഹല്ലേലൂയ, തലമുറയില്ലാഞ്ഞ കാലത്ത് എന്റെ ഭാര്യയുടെ ശരീരത്ത് നിർജീവത്വം പ്രാപിച്ച സമയത്ത് അതിനകത്തു നിന്ന് ഒരു ഇസഹാക്കിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, അതിനകത്തു നിന്ന് ഒരു വാഗ്ദത്തത്തെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ എന്റെ ദൈവത്തിനറിയാം, ഹല്ലേലൂയ, ഈ യാഗപീഠത്തിനകത്തു നിന്ന് അടുത്തൊരു ഇസഹാക്കിനെ പുറത്തു കൊണ്ടുവരാൻ. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന മകനെ എനിക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. ഞാൻ സ്നേഹിക്കുന്ന ഒരു മകനെ കൊടുക്കാൻ എനിക്ക് മടിയില്ല. അബ്രഹാമിനൊരു ഉറപ്പുണ്ട്, ഞാൻ യാഗം കഴിച്ചാലോ അടുത്ത മൂമെന്റില് അതിനകത്തു നിന്ന് ഒരു ഇസഹാക്ക് പുറത്തു വരുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ആ ഒരു കരം വെളിപ്പെടുകയാ. ആ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞത്, നിന്നെ നിക്കിക്കളയുമെന്ന് പറഞ്ഞത്, നിന്നെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞതിനകത്ത് നീ ധൈര്യത്തോടെ ഒന്ന് നിൽക്ക്. നീ ധൈര്യത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. ഒന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അതിനകത്തുകൂടെ നിന്നെ പണിത് നിന്നെ പുറത്തു കൊണ്ടുവരാ ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഇന്ന് രാത്രി ശക്തിയോടെ. ചില കുടുംബങ്ങൾക്കകത്ത് ഇത് രാത്രി ആ മഹത്വം ചലിക്കുകയാ, ശക്തമായത് ചലിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഈ കുടുംബത്തിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ചില കുടുംബങ്ങളുടെ മേൽ ഹല്ലേലൂയ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞത് ചിലത്. ഇനി ആ നന്മ കാണത്തില്ലെന്ന് ഈ മോറിയ മല കൊണ്ട് അത് അവസാനിച്ചെന്ന് പറഞ്ഞത് ചിലത്. ഈ മോറിയ കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞതിനകത്തു നിന്ന് ആരാധന കഴിഞ്ഞ് വിടുതലോടെ നീയും നിന്റെ തലമുറയും ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, നീയും നിന്റെ തലമുറയും ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പിശാച് പറഞ്ഞ ചില മേഖലകളിൽ ഈ മഹത്വത്തിനകത്ത് നീയും നിന്റെ തലമുറയും നിൽക്കുകയില്ലെന്ന്, ഈ മഹത്വത്തിനകത്ത് നീയും നിന്റെ തലമുറയും നിൽക്കുകയില്ലെന്ന് പറഞ്ഞ ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, മഹത്വത്തോടെ ഞാൻ നിന്നെയും നിന്റെ തലമുറയെയും നിർത്താൻ പോകുന്ന ഒരു സീസൺ തുറക്കുകയാണ്. ഇതിനകത്തു നിന്നെ പറിച്ചു കളയാൻ ഒത്തിരി തവണ ശത്രു പ്ലാനും പദ്ധതിയും ഒരുക്കിയപ്പോൾ, ഒത്തിരി തവണ ഇതിനകത്തു നിന്ന് നിന്നെ ഇല്ലാതെയാക്കാൻ പ്ലാൻ ഒരുക്കിയപ്പോൾ സ്വർഗം നിന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അബ്രഹാമിന് വേണ്ടി വെളിപ്പെടൽ ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് രാത്രി ശക്തിയോടെ അടുത്ത ഒരു ഉണർവിന്റെ ചുക്കാൻ പിടിക്കാൻ, അടുത്തൊരു സീസന്റെ ചുക്കാൻ പിടിക്കാൻ പരിശുദ്ധാത്മാവിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരികയാ. പലപ്പോഴും പ്രാർത്ഥിച്ചില്ലേ,
റബലബന വൈഡബാലബ ആർത്തന വൈഡ രഗദന വൈഷം ധേരിയാദന. എല്ലാവരും പറഞ്ഞു, ഇസഹാക്കെ നീ തീർന്നുപോയി, അബ്രഹാമെ തീർന്നുപോയി. ഹല്ലേലൂയ. ഈ പിശാചിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? അവിടെ ചെന്ന് ഇറങ്ങി വരുമ്പോ എല്ലാവരുടെയും മുന്നിൽ ഈ അബ്രഹാം തലയങ്ങ് കുനിക്കോ. കാരണം എന്താ? എല്ലാരും അബ്രഹാമിനോട് ചോദിക്കും, എന്താ അബ്രഹാമേ നീ ആരാധിച്ചിട്ടോ, അല്ല നീ ദൈവത്തെ സേവിച്ചിറങ്ങി തിരിച്ചിട്ടോ, അല്ല നിന്റെ തലമുറയെ അങ്ങ് എടുത്തു കളഞ്ഞോന്ന്. പക്ഷെ ആരുടെയും മുന്നിൽ നിന്റെ തല കുനിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആരുടെയും മുന്നിൽ നിന്റെ തല കുനിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇതിനകത്തുള്ള എല്ലാവരെയും നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ആരുടെ മുന്നിലോ നിന്റെ തലയെ കുനിയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഓ ഹല്ലേലൂയ. തല കുനിയണമെങ്കിൽ എന്റെ ദൈവം അനുവദിക്കണം. തല കുനിയാതെ നിനക്ക് വേണ്ടി നീ നടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരാട്ടുകൊറ്റനും കൂടെ റെഡിയാക്കി, അങ്ങേ തലക്ക് നിനക്ക് കാണാൻ പറ്റാത്ത മേഖലകളില് ഇന്ന് രാത്രി ഒരു വിടുതല്. ഈ 38 പേരുടെ മേലോ ആത്മാവ് ശക്തിയോടെ തുറന്നു വിടുന്നു. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കാണാൻ കഴിയാത്ത ചില മേഖലകളിൽ ഇന്ന് രാത്രി ചില കരം ഹല്ലേലൂയ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെന്ന്. ഓ ശംധരമന വൈഡബാലബ ഹല്ലേലൂയ. നിനക്ക് കാണാൻ പറ്റാത്ത ചില മേഖലകളിൽ അടുത്തു ചെല്ലുമ്പോൾ ഹല്ലേലൂയ അടുത്ത മൊമെന്റില് എന്ത് സംഭവിക്കാം എന്നുള്ള സമയമാകുമ്പോൾ ഒറ്റ വിളിയ, അബ്രഹാമേ നിർത്ത്, അബ്രഹാമേ നിൽക്ക. ഹല്ലേലൂയ. ഇവിടെ വരെ കയറി വന്നില്ലേ? ആരാധനയ്ക്ക് നീ റെഡി ആയില്ലേ? നിന്റെ മകനെ തരാൻ എനിക്ക് മടിയില്ലാതിരുന്നില്ലേ? അതുകൊണ്ട് കുഞ്ഞെ നീ അങ്ങേപ്പുറത്തേക്ക് നോക്ക്. നിനക്ക് വേണ്ടി ഞാൻ കരുതിയ ഒരു കരുതല് ഇന്ന് രാത്രി ആരെ നോക്ക് ഞാൻ പ്രവചിക്കുക. കണ്ണ് തുറന്നിന്ന് രാത്രി നോക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതല് ഇന്ന് രാത്രി ശക്തിയോടെ. ഓ ഷാധുരമന വൈഡവാലബ ആർത്തന വൈഡ രഗദന വൈഷം ധേരിയാദന ഹം ധേരിയാദന വൈഡവലബ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കണ്ണ് തുറന്നു നോക്കുമോനെ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയ ഒരു കരുതലുണ്ട്. എവിടെ വെച്ചാ? ഹല്ലേലൂയ അവസാന മൊമെന്റില്. ഹല്ലേലൂയ. ചില പാനപാത്രമൊക്കെ നീ കുടിക്കണം. ചില കഷ്ടതയിൽ കൂടെ ഒക്കെ നീ കടന്നു പോയാല് ചില മഹത്വം നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എന്തോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില കഷ്ടതയ്ക്കകത്തുകൂടെ കടന്നു പോകുമ്പോൾ ആ കഷ്ടത നിന്നെ തീർക്കത്തില്ല. അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നു എങ്കിലോ മഹാകരുണയോടെ അടുത്ത മൊമെന്റില് മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതല് ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുന്നു. അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നു കളഞ്ഞെന്ന് പറഞ്ഞില്ല, മറന്നു എങ്കിലും. ഓ ഹല്ലേലൂയ. പലപ്പോഴും ചിന്തിച്ചില്ലേ കർത്താവ് മറന്നുപോയോന്ന്? ഹല്ലേലൂയ. കർത്താവ് മറന്നുപോയോന്ന്? ഇല്ല കുഞ്ഞെ, കർത്താവ് മറന്നു പോകത്തില്ല. കാരണം നിന്നെ മറക്കാൻ ഹല്ലേലൂയ നിന്റെ ദൈവത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറയുക, എന്നെ മറക്കാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. ജെസിയാന്റെ കരമുയർത്തി ആ ദൂതങ്ങ് പിടിച്ചോ. എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും ആയിരുന്നു ആ വാക്കം തോന്നുന്നു. ഹല്ലേലൂയ. ഞാനങ്ങ് പിടിക്കുക കേട്ടോ. എന്നെ മറക്കാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. വാഗ്ദത്തം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസഹാക്ക് അവിടം കൊണ്ട് തീരത്തില്ല. ഇവന്റെ മേലൊരു ദൈവിക പദ്ധതിയുണ്ട് കേട്ടോ. കാരണം എന്താ? ശൂന്യതയ്ക്ക് നടുവിലോ ചില അത്ഭുതം കാണാൻ ഈ തലമുറയെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ഈ ശൂന്യതയെ പൊട്ടിക്കാൻ ഈ തലമുറ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു മോറിയയ്ക്കകത്ത് ഇവൻ അവസാനിക്കത്തില്ലെന്ന്.
എനിക്കറിയില്ല, ചില തലമുറകളെയൊക്കെ നോക്കി പിശാച് എഴുതിയ ചില രേഖകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പൊട്ടിക്കുകയാ. ചില തലമുറകളുടെ ഭാവിയെ നോക്കി പിശാച് എഴുതി വെച്ച ചില രേഖകളില്ലേ, ഹല്ലേലൂയ, ഇതിനകത്തു നിന്ന് പുറത്തു വരാതെ, ഇതിനകത്തു നിന്ന് ഹല്ലേലൂയ നീ വെളി വരത്തില്ല, ഇതിനകത്തു നിന്റെ തലമുറ ഒരു നന്മ പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ ഭാവി അടഞ്ഞു പോയി, നിന്റെ തലമുറകളുടെ ജീവിത പാതി വഴിയിൽ അവസാനിച്ചു. പക്ഷെ സ്വർഗം പറയുന്നു, ഇല്ല കുഞ്ഞെ, ഇല്ല. ഇതൊരു വാഗ്ദത്തമാണെങ്കിൽ, ഇവനൊരു വാഗ്ദത്തമാണെങ്കിൽ ആ മഹത്വം തിരിച്ചറിയാതെ, ഞാനങ്ങ് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ അബ്രഹാം സാറായോട് പറയാതെ ഈ മോനെ കൂട്ടിക്കൊണ്ടു പോകുന്നേ. ഹല്ലേലൂയ. തിരിച്ച് സാറായോടും ഇതായിരിക്കും പറഞ്ഞത്, ഞാനും മോനും പോയി ആരാധന കഴിച്ചിട്ട് വരാം. യാഗം കഴിക്കാൻ പോകുന്നത് കൊണ്ട് ഇവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ മാതാവ് കൂടാരത്തിനകത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പിതാവ് തിരിച്ചു ചെല്ലുമ്പോൾ തൻ്റെ കുഞ്ഞില്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. താഴെ വരുമ്പോൾ ബാല്യക്കാരി ചോദിക്കും, ഹല്ലേലൂയ, എന്തെല്ലാം കാര്യത്തിൽ ആൻസർ കൊടുക്കണം. ക്രൂരനായ ഒരു പിതാവെന്ന് ആ ലോകം മുദ്ര കുത്തേണ്ടി വരും. ഹല്ലേലൂയ. ലോകം നിന്നെ അപമാനിക്കുന്ന സാഹചര്യം വരും, ലോകം നിന്നെ കല്ലെറിയുന്ന സാഹചര്യം വരും. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറഞ്ഞു, ഇല്ല അബ്രഹാമേ, ഇല്ല അബ്രഹാമേ, ആ മോറിയക്കകത്തു നിന്ന് നിന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തിക്കൊണ്ട്. ഈ ദൂതാരെ പിടിക്കുന്നത്, ഞാൻ ആരോടായി ദൂത് പറയുന്നത്? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയർത്തിക്കൊണ്ട്, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ തല ഉയർത്തിക്കൊണ്ട് നിന്നെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. നിന്റെ കൊമ്പ് താഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നതാ. ആരും നിന്നെ അപമാനിക്കുവാൻ, ആരും നിന്നെ നശിപ്പിക്കുവാൻ, ആരും നിന്നെ കല്ലെറിയുവാൻ, ആരും നിന്നെ മോശക്കാരൻ എന്ന് പറയുവാൻ, നിനക്കെതിരെ അപവാദം പറയുവാൻ എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന്. താഴെ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാരും ചോദിക്കും, എന്തിയാ അബ്രഹാമേ, ഹല്ലേലൂയ മോൻ, അവരോട് എന്ത് പറയോ? വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് എന്ത് പറയോ? അടുത്ത ഞായറാഴ്ച ചർച്ചിൽ പോകുമ്പോൾ എന്ത് പറയോ? പുറത്തിറങ്ങാൻ കഴിയത്തില്ല, എന്ത് ചെയ്യുമെന്നറിയാതെ. ദൈവം പറഞ്ഞ വാക്കിന് മുന്നില് ഞാനിങ്ങനെ ചിന്തിക്കുക, ആ കത്തി ഓങ്ങുമ്പോ, ആ കത്തിക്കോ ആ ഇസഹാക്കിനും ഇടയില്, ഹല്ലേലൂയ, ആ കത്തിമുനയുടെ ഇടയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ചില കഷ്ടതയ്ക്കകത്ത് നിന്നെ കയറ്റി വിടുന്നുണ്ടെങ്കിൽ, ചില മോറിയക്കകത്തേക്ക് നീ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, അവിടെ ചെന്ന് കരഞ്ഞിറങ്ങി വരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ശാന്തരമന വൈഡവാലബ. സുഷമാന്റി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില കഷ്ടതയിൽ കൂടെ ദൈവം കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല, തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. ചില മോറിയ നിനക്കൊരു അനുഗ്രഹമായി. എന്തോ പരിശുദ്ധാത്മാവ് പദം എന്നോട് പറയുന്നു, ആ പദം ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ചില മോറിയ എനിക്കൊരു അനുഗ്രഹമാ. എന്തോ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് പോലെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ഈ മോറിയ എനിക്ക് ഒരു അനുഗ്രഹമാണെന്ന്. കാരണം എന്താ? കരുതൽ അവിടെ കഴിഞ്ഞിട്ട് യഹോവ ഈരേ, യഹോവ എനിക്ക് വേണ്ടി കരുതുമെന്ന. എനിക്കറിയില്ല, പദം എന്നോട് ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, മോറിയ എനിക്കൊരു അനുഗ്രഹമാ. ഞാൻ സുഷമാനയുടെ പേര് മാത്രം വിളിച്ചു, പക്ഷെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആ പദം പറയുകയാ. ചില മോറിയ എനിക്കൊരു അനുഗ്രഹമാ. വാ തുറന്ന് പറ, എനിക്ക് ആ മോറിയ അനുഗ്രഹമാണെന്ന്. എനിക്ക് ആ മോറിയ അനുഗ്രഹമാ. എനിക്ക് ആ മോറിയ അനുഗ്രഹമാണെന്ന്. ആൻസി ജോസഫ് പറ, എനിക്ക് ആ മോറിയ അനുഗ്രഹമാ. ആ കഷ്ടതയുടെ പാനപാത്രം എനിക്ക് അനുഗ്രഹമാ, എനിക്ക് അനുഗ്രഹമാ. അതിനകത്തു നിന്ന് ഞാൻ മഹത്വത്തോടെ ഈ 2024 എഴുന്നേൽക്കുമെന്ന്. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി, ഇന്ന് രാത്രി ആ പദം ശക്തിയോടെ ആത്മാവിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. മോറിയക്കകത്ത് കയറി ചെന്നാലേ
നിനക്ക് ആട്ടുകൊറ്റനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഈ കഷ്ടത കർത്താവ് പോലും പറഞ്ഞ് കഴിയുമെങ്കിൽ എങ്കിൽ നീ പാനപാത്രം നീക്കണമെന്ന്. നോ, നീക്കത്തില്ല. നീ അത് കുടിക്കണം. പക്ഷെ കുടിച്ചാലും അതിനകത്തുകൂടെ നിന്നെ പുറത്തു കൊണ്ടുവരാ. ആ പാനപാത്രത്തിനൊരു ശക്തിയുണ്ട്, അതിനകത്തൊരു അഭിഷേകമുണ്ട്, അതിനകത്തൊരു നിയോഗമുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ടെന്ന്. ഇന്ന് രാത്രി ആർക്കൊക്കെയോ വേണ്ടി ആ കരുതൽ വെളിപ്പെടുകയാ. ആ പദമെന്തോ പരിശുദ്ധാത്മാവ് പ്രൊഫറ്റിക്കലി എന്നോട് പിന്നെ പറയാൻ പറയുന്നു. ഒരു മോറിയ, ഈ മോറിയ ഒരു അനുഗ്രഹമാണെന്ന്. ഈ മോറിയ നിങ്ങൾക്കൊരു അനുഗ്രഹമാ. ആരൊക്കെയോ മേഖലക്കകത്തൂടെ കയറിപ്പിറങ്ങുന്നു. ആ തല കുനിക്കേണ്ട സാഹചര്യങ്ങൾ, തല കുനിക്കേണ്ട പ്രശ്നങ്ങൾ, ആ തല അപമാനിക്കപ്പെടുന്ന പ്രതിസന്ധികൾ, അതിനകത്ത് വിടുതലുമായി, അതിനകത്ത് വെളിപ്പെട്ട വിടുതലുമായി, നിന്നെ അപമാനിച്ചവരുടെ മുന്നില്, നിന്നെ ഇല്ലാതാക്കിയവരുടെ മുന്നില്, നിന്റെ വേര് പിഴുതെറിഞ്ഞവരുടെ മുന്നില് എന്തോ സുഷമാന്റിയോട് പരിശുദ്ധാത്മാവ് പിന്നെ ഹാലൽ പറയുന്നു. വേര് പിഴുതെറിയുന്നവരുടെ മുന്നില്, വേര് പറിച്ചു കളയാൻ നോക്കിയവരുടെ മുന്നില് പരിശുദ്ധാത്മാവ് നിന്നെ വേരുറപ്പിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തില് വേരുറപ്പിക്കാൻ വേണ്ടി ചില ആട്ടുകൊറ്റൻ വെളിപ്പെടുന്ന ദിവസങ്ങളാണ് അടുത്ത ദിവസങ്ങളെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആട്ടുകൊറ്റനെ നീ കാണാൻ പോകുകയാണെന്ന്, ആട്ടുകൊറ്റനെ കാണാൻ പോകുകയാ എന്നോ പരിശുദ്ധാത്മാവ് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം പലവട്ടം വായിക്കുന്നുണ്ട്, പലപ്പോഴായി പലവട്ടം. കാരണം അതിലെ വാക്തത്വങ്ങൾ പലപ്പോഴും പ്രാർത്ഥനാ മുറിക്കകത്ത് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച സമയങ്ങൾ ആത്മാവ് പറയുന്നു ആ വചനം ക്രിയ ചെയ്യാൻ പോകുകയാണെന്ന്. ആ വചനം നിനക്ക് വേണ്ടി ജീവിക്കാൻ പോകുകയാണെന്ന്. എന്തോ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം പലവട്ടം ആവർത്തിച്ച് വായിച്ചു, ഇതിലെ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥനാ മുറിക്കകത്ത് ആ പദം പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഇന്ന് രാത്രി ആ പദങ്ങളെല്ലാം ഒരാട്ടുകൊറ്റനായി ലൈഫിനകത്ത് വെളിപ്പെടുകയാ, മിനിസ്ട്രിക്കകത്ത് വെളിപ്പെടുകയാ, നിന്റെ നാവിനകത്ത് ഇന്ന് രാത്രി അത് വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ കരം എപ്പോഴും അവസാന മിനിറ്റിലാ. ഹല്ലേലൂയ. കുറച്ചു മുന്നേ ഇത് കയറി പോകുന്നതിന് മുന്നേ എന്നാ ഇത് വെളിപ്പെടത്തില്ലേ? കുറച്ചു മുന്നേ എന്നാ അബ്രഹാം ഈ താഴ്വരയുടെ താഴെ വരെ വന്നപ്പോൾ പറയത്തില്ലേ, അബ്രഹാമേ ഇത്രയധികം നീ ടെൻഷൻ അടിച്ചത് മതി മോനെ, നീ എൻ്റെ വാക്കനുസരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഒരു ആട്ടുകൊറ്റനെ കരുതി വെച്ചിട്ടുണ്ട്. നോ, ഇല്ല. ചില കാര്യങ്ങൾ നീ ചെയ്യണം, ചില സ്റ്റെപ്പുകൾ നീ എടുത്തു വെക്കണം. ആരാധനയ്ക്ക് നീ റെഡിയാകണം, പ്രാർത്ഥനയ്ക്ക് മടക്കണം. ശരീരം ബലഹീനമാണെന്ന് തോന്നിയാലോ കർത്താവ് കൃപ തന്നാൽ, കർത്താവ് ഉപവസിക്കാൻ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അങ്ങ് ഇരുന്നോണം. ശരീരം ബലഹീനമാ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവ് കൃപ തന്നാൽ, കർത്താവിന്റെ വാക്തത്വം കേട്ട കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇന്നതിന്നത് എന്റെ ശരീരത്തിലുണ്ട്, എങ്കിലും നീ എനിക്ക് കൃപ തന്നാൽ അങ്ങിരുന്നോണം. ഞാൻ സോനുവിനെ ഓർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കാണാം സോനു അത്രയേ ഉള്ളു. ഹല്ലേലൂയ. പക്ഷെ 21 ഒക്കെ ഇരിക്കുന്നതിന് ഒട്ടും മടിയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞ ചെയ്ത മോനെ ചില ആട്ടുകൊറ്റനെ നിന്റെ മുന്നിൽ 2024 നിനക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തും. ശാംധുരമന വൈഡബാലവ. ആരെന്നെ നിർത്തുമെന്ന് പറയുന്ന മേഖലകളിൽ ഞാൻ എവിടെ നിൽക്കണം, ഞാൻ എന്താകണം, കർത്താവെ എനിക്കൊരു വഴി തുറന്നതാ, എനിക്കൊരു ഹല്ലേലൂയ ഒരു ഡയറക്ഷൻ താ എന്ന് നീ പറഞ്ഞ ചില വിഷയങ്ങൾ എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ പറയുന്നു. എനിക്കൊരു ഡയറക്ഷൻ താ, എനിക്കൊരു റൂട്ട് മാപ്പ് താ, അടുത്തത് ഞാൻ എന്തെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്കകത്ത് സ്വർഗം ഇന്ന് രാത്രി ഒരു ആട്ടുകൊറ്റനെ വെളിപ്പെടുത്തുകയാണെന്ന് ആത്മാവനോട് പറയുന്നു. നീ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ എഴുതി കാണിക്കുന്നത് പോലെ, ചില സ്ക്രീനിനകത്തൊക്കെ നമ്മൾ കാണുന്നത് പോലെ
സ്വർഗം നിന്നെ കാണിക്കുമെന്ന് ആത്മാവ് പറയുന്നു. ശാന്തുരമന വൈഡബാ രകൽക്കമന ഘടകസിയ ആർത്താരകന ഘടക ശാന്തരമന. എങ്ങനെയെന്നോർത്ത് നിനക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ കഴിയാതെ നീ അധൈര്യപ്പെടുന്ന ചില മേഖലകൾ, പരിശുദ്ധാത്മാവ് പദമനോട് പറയുന്നു, സ്റ്റെപ്പ് എടുത്ത് വെക്കാതെ നീ അധൈര്യപ്പെടുന്ന ചില മേഖലകളുണ്ട്. സ്വർഗം പറയുന്നു, അവിടെ ഞാൻ നിന്നെ ധൈര്യത്തോടെ, അബ്രഹാം അധൈര്യപ്പെട്ട ഹാലേലുയ മോറിയയുടെ മകളിലേക്ക് കയറിപ്പോയത് ഹാലേലുയ, പക്ഷെ സ്വർഗം പറഞ്ഞു കയറിപ്പോക്കോ, ഈ അധൈര്യത്തെ ഞാൻ മാറ്റാൻ പോകുകയാ. എന്തോ പരിശുദ്ധാത്മാവ് പദമനോട് പറയുന്നു, നിന്റെ ഹാലേലുയ അധൈര്യത്തെ മാറ്റിയിട്ട് ഇന്നു മുതൽ എന്തോ ഒരു ധൈര്യത്തിന്റെ ആത്മാവ് ശക്തിയോടെ ചില മേഖലകളിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ ഹല്ലേലൂയ, ചില മേഖലകളിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു കരം ശക്തിയോടെ ഇറങ്ങി വരികയാണെന്ന്. ഹല്ലേലൂയ. ദൈവം തുറന്നാൽ അവസാന മൊമെന്റില ചില മേഖലകളിലൊക്കെ നമ്മൾ ചിന്തിക്കും, കർത്താവേ എന്തു പറ്റി, ദൈവമേ നീ എനിക്ക് വേണ്ടി സഹായിക്കത്തില്ലേ, കരവെന്തിയെ. എത്രയോ തവണ നമ്മളെല്ലാവരും അത് ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ സ്വർഗം പറഞ്ഞു, ഇല്ല കുഞ്ഞെ, ആട്ടുകൊറ്റ നിനക്ക് വേണ്ടിയുണ്ട്. ഇസഹാക്ക് അവിടെ തീരത്തില്ല, നിന്റെ വാറ്റത്വം അവിടെ അവസാനിക്കത്തില്ല. ഞാൻ നിങ്ങളുടെ പ്രവചനമേടായി പറയുക, നിങ്ങളുടെ വാറ്റത്വം അവസാനിക്കത്തില്ല. അതിന് കാലം ഒരു പ്രശ്നമല്ല, ടൈം ഒരു പ്രശ്നമല്ല, ആരോഗ്യം ഒരു പ്രശ്നമല്ല. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന്. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവസാന മൊമെന്റില് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പോകുകയാ, പുറകിൽ ശത്രുവിന്റെ സൈന്യം. അടുത്തത് എന്നാ സംഭവിക്കുന്നത്, ഇവര് വന്ന് പിടിക്കും. ഇവരെ തോൽപ്പിക്കാനുള്ള ഒരു ബലവും ഇസ്രായേൽ ജനത്തിനില്ല. ശാന്തമായ ദൂത് പറയുന്നത്, ഈ ദൂത് ഏതൊക്കെയോ മേഖലകളിൽ തൊട്ടുകൊണ്ടിരിക്കുക. എനിക്കറിയാം ശക്തമായ ആത്മസാന്നിധ്യം നിങ്ങൾ കാണപ്പെടാത്ത ചില മേഖലകളിൽ ശക്തിയോടെ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ചില കരങ്ങൾ നിങ്ങൾ അറിയാൻ പോവുകയാ, ചില വിടുതലിന്റെ കരം ഹല്ലേലൂയ നിങ്ങൾ അറിയാൻ തുടങ്ങുകയാ. നോക്കിക്കേ, ഇവര് നടന്നു പോകുന്നു, ശത്രുവിന്റെ സൈന്യം മഹാബലത്തോടെ ഓടിപ്പുറകെ വരുന്നു. ഇവരെ പിടിക്കും. അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത്? സ്വർഗം പറഞ്ഞു, ഇല്ല മോശേ, നീ വടിയെടുത്ത് നീട്ട്. ഹല്ലേലൂയ. ആർത്തരമ്പുന്ന ആ കടലിനെ ഞാൻ രണ്ടാക്കി തരാം. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ അഭിഷേകമില്ലേ? നിന്റെ കയ്യിൽ ദൈവകൃപയില്ലേ? നിന്റെ കയ്യിൽ നിയോഗമില്ലേ? നിന്റെ കയ്യിൽ തീയില്ലേ? ഇന്ന് രാത്രി നിന്നെ മുക്കാൻ വരുന്ന പ്രശ്നത്തിന്റെ മേൽ ഒന്ന് നീട്ടാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, പറഞ്ഞതനുസരിച്ച് ആ ചെങ്കടലിന് മുന്നിൽ നിന്റെ കരമൊന്ന് നീട്ടാൻ തയ്യാറാണെങ്കിൽ നീ ചിലതിനെ വിഭജിച്ച് പുറത്തു വരും. ഹല്ലേലൂയ. എന്റെ ചിന്ത എവിടെയല്ല. ഹല്ലേലൂയ. നോക്കി, ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ആ കടലിനകത്ത് എന്ത് സംഭവം അതല്ലേ. വടിയുടെ ബലത്തില് അത് രണ്ടായിട്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ചുമ്മാ അങ്ങ് വായിച്ച് വിട്ടു പോകുന്നതല്ല, ആ ഭാഗമൊന്ന് ചിന്തിക്കണമേ. ഹല്ലേലൂയ. ഒഴുകി വരുന്നത് ഇതുവരെയും അതിന്റെ ചരിത്രം എന്തായിരുന്നു? അതിനകത്ത് ആരെങ്കിലും കടന്ന പിന്നെ ജീവനോടെ ഉണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേകമുള്ള നീ ചരിത്രത്തെ തിരുത്തി കുറിക്കോ. അഭിഷേകമുള്ള നീ ചരിത്രത്തെ തിരുത്തി കുറിക്കോ. എടാ, തീയുള്ള നീ ചിലതിനെ തിരുത്തി കുറിക്കുമെന്ന്. ആരൊക്കെയോ ഇത് ചരിത്രത്തെ തിരുത്തി കുറിക്കുക. നിന്റെ കുടുംബത്തെ ഇതുവരെയോ മുടിച്ചു കളയാൻ വന്ന ആ ശത്രു സൈന്യമില്ലേ, നിന്റെ തലമുറയുടെ ഭാവിയെ അടച്ചു കളയാൻ വന്ന, നിന്റെ മിനിസ്ട്രിയെ കെടുത്തി കളയാൻ വന്ന, നിന്റെ സ്റ്റെപ്പിനെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് നിന്നെ താഴോട്ട് വലിച്ചിട്ട ആ ശക്തിയുടെ മേല് ഇന്ന് രാത്രി ചരിത്രം തിരുത്തി കുറിക്കുന്നത് പോലെ ചിലരിന്ന് രാത്രി നിയോഗത്തോടെ ചില കരങ്ങൾക്കകത്ത് ആ അഭിഷേകം ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാ. ചില
ആർത്തന വൈഡ രഗദന വൈഷം ധേരിയാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, മോനെ നീ അവരോട് പൊക്കോളാൻ പറ. എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? പൊക്കോ, നിനക്ക് വേണ്ടി മേഘസ്തംഭമായി അഗ്നി തൂണായി ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. ചിലതിന്റെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ പ്രയാസമാക്കി, ചിലതിന്റെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ പ്രയാസമാക്കി. ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി ആ കരുതൽ അറിയണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, എന്നെ തകർക്കുവാൻ വരുന്ന സൈന്യങ്ങളുടെ മുന്നിൽ, എന്നെ തോൽപ്പിക്കുവാൻ വരുന്ന, എന്റെ നന്മയെ പിടിച്ചു വെച്ചിരിക്കുന്ന, എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു, ചില കുടുംബങ്ങളുടെ നന്മയൊക്കെ പിടിച്ചു വെച്ച്, ചില തലമുറകളുടെയൊക്കെ ഭാവിയുടെ വഴി അടച്ച്, രാജ്യത്തിന്റെ ഉറവ തുറക്കാതെ, രാജ്യത്തിന്റെ നന്മകൾ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടാതെ, ഹല്ലേലൂയ, തലമുറയുടെ വഴി അടച്ചു വെച്ച ചില മേഖലകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തുറന്നു വിടുകയാ. ഓ റീഖാലമന വൈഡമാലബ ആന്ദുരമന വൈഡ രഗൽകമന ഗഡഗസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കരുതലിന്റെ കരം ഇന്ന് രാത്രി ചിലർ അറിയുകയാ. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ അറിഞ്ഞതുപോലെ, ഹല്ലേലൂയ, കരുതലിന്റെ കരം ഇന്ന് രാത്രി ദൈവം നിന്നെ അറിയിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ജോയ്സ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കരുതലിന്റെ കരം നീ അറിയാൻ പോകുകയാണെന്ന്. ഓ ശാന്തുരമന വൈഡ രഗദന ആർത്തേരിയാദര വൈഡവലവ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില കരുതലിന്റെ കരം നിന്റെ ലൈഫിനകത്ത് ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാ. കൂടെ നിന്നവരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയ മേഖലകൾക്കകത്ത്, കൂടെ നിന്നവരെല്ലാം നിന്നെ ഹല്ലേലൂയ തകർത്ത മേഖലയ്ക്കകത്ത് ചേർത്ത് പിടിക്കുമെന്ന് ചിന്തിച്ച പലരും നിന്നെ ഒറ്റപ്പെടുത്തിയ മേഖലയിൽ ഇന്ന് രാത്രി ആ കരം നിനക്ക് വേണ്ടി ശക്തിയോടെ വെളിപ്പെടുകയാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. അബ്രഹാമിന് വേണ്ടി കർത്താവ് ഒരു മഹത്വത്തെ വെളിപ്പെടുത്തിയതുപോലെ, ഒരു വിടുതൽ വെളിപ്പെടുത്തിയതുപോലെ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ആ മഹത്വം ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരല്ല വായികൾ തുറന്ന് അല്പ മിനിറ്റുകൾ അന്യഭാഷയിലൊന്ന് ആരാധിച്ചാട്ടെ. ഷാധുറമന അടക ജഗന വൈഡ രഗൽകമന ഗഡഗസിയ. എനിക്കറിയാം ആരുടെയൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ആ കരുതൽ ഇന്ന് രാത്രി ഇറങ്ങുകയാ. ചില കരങ്ങളുടെ മേല് ഒരു കരുതലിന്റെ കരം ടച്ച് ചെയ്യുന്നത് പോലെ. ഓ ഷാധുറമന വൈഡവാലബ ആർത്തന വൈഡ രഗദന വൈഷം ധേരിയാദന. ഷൈനി വർഗീസ് ആന്റി, ചില വാക്തത്വങ്ങളുടെ മേൽ കരുതലിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുകയാ. ചില വാക്തത്വങ്ങളുടെ മേൽ, ഹല്ലേലൂയ, കേട്ട ചില വാക്തത്വങ്ങളുടെ മേൽ, കേട്ട ചില പ്രവചനങ്ങളുടെ മേൽ, കേട്ട ചില നിയോഗങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആ കരുതലിന്റെ കരം ശക്തിയോടെ കരത്തിനകത്ത് യേശുവിന്റെ നാമത്തില്. ഓ ഷാദാരബലബന വൈഡ രഗദന ആർത്ത രഗദന വൈഡബലബ അന്തരിയാദന. ഹല്ലേലൂയ. ചില നന്മ കാണാതെ നിന്റെ കണ്ണടയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്നുകൂടെ നിന്നെ ഉറപ്പിക്കുകയാ. ചില നന്മ കാണാതെ, ചില ആട്ടുകൊറ്റനെ കാണാതെ, ചില ആട്ടുകൊറ്റനെ കാണാതെ, ഹല്ലേലൂയ, നിന്റെ കണ്ണടയത്തില്ലെന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി. ഓ റീഖാലമന വൈഡവാലബ ആർത്തന വൈഡ രഗദന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനം ആ കരുതൽ അറിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ എല്ലാ മേഖലകളിലും, ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മീക മേഖലയ്ക്കകത്തും ആ കരുതൽ ഇവർ അറിയട്ടെ. ഈ മിനിസ്ട്രി അറിയട്ടെ. കർത്താവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിന്റെ നാമത്തിൽ അറിയട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി കരുതി എന്നുള്ള സാക്ഷ്യം യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തു നിന്ന് ശക്തിയോടെ പുറത്തു വരട്ടെ. ഈ വചനത്തെ കുടുംബങ്ങളിൽ ഞാൻ വിതയ്ക്കുകയാ കർത്താവേ. ഒരു മുളയായി ഇത് പൊങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു മുളയായി പൊങ്ങി വരട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു, മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയിൽ നിങ്ങൾ ഈ കരുതലിന്റെ കരം അറിയട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.